തിരുവനന്തപുരം പോത്തൻകോട് നിന്നും വെറും 2 കിലോമീറ്റർ അകലെ നന്നാട്ടുകാവിന്റെ ആത്മീയ ഹൃദയമായി തലയുയർത്തി നിൽക്കുന്ന പുളിമാത്തൂർ മഹാദേവ ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധമുള്ള തന്ത്രി കുടുംബത്തിന്റെ പാരമ്പര്യം പേറുന്ന ഈ മഹാക്ഷേത്രം ഇന്ന് ട്രസ്റ്റ് ഭരണത്തിന് കീഴിൽ ചിട്ടയായും ശാസ്ത്രീയമായും പ്രവർത്തിച്ചു വരുന്നു. മഹാദേവന്റെ ചൈതന്യത്തോടൊപ്പം ദേവി, നാഗദൈവങ്ങൾ, ബ്രഹ്മശ്രീ, പിള്ളയമ്മാച്ചൻ എന്നീ ഉപദേവതകളുടെ സാന്നിധ്യം ഈ സന്നിധിയെ കൂടുതൽ ചൈതന്യവത്താക്കുന്നു. ഭക്തജനങ്ങൾക്ക് ആനന്ദവും അനുഗ്രഹവും പകർന്നുകൊണ്ട് 2026 തിരുവുത്സവത്തിന് ക്ഷേത്രമുറ്റത്ത് കൊടിയേറിക്കഴിഞ്ഞു. ഫെബ്രുവരി 9 മുതൽ 16 വരെ നീണ്ടുനിൽക്കുന്ന ഭക്തി നിർഭരമായ ദിനങ്ങൾ. ഉഷപൂജയും ഉച്ചപൂജയും ദീപാരാധനയും ഉൾപ്പെടെ താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ ഭംഗിയായി നടന്നുവരുന്നു. ഒപ്പം സ്ത്രീകളും കുടുംബങ്ങളും ഒരേ മനസ്സോടെ പങ്കെടുക്കുന്ന ദേവീ പ്രതിഷ്ഠാ വാർഷിക ഉത്സവവും പ്രത്യേക പൂജകളും ഈ നാളുകളെ സമ്പന്നമാക്കുന്നു. ഈ ഉത്സവ നാളുകളെ ചന്തം ചാർത്തുന്നത് ക്ഷേത്രക്കുളത്തിൽ ഉയർന്നു നിൽക്കുന്ന വലിപ്പമേറിയ ശിവലിംഗ രൂപത്തിന്റെ കെട്ടുകാഴ്ചയുടെ സൗന്ദര്യമാണ്. ആത്മീയതയുടെ കുളിർമയേകുന്ന ഈ ഉത്സവ കാഴ്ച ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. പുളിമാത്തൂർ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, അന്നദാനത്തിലൂടെ വിശപ്പകറ്റിയും നിർധനരായ കുടുംബങ്ങൾക്ക് വിവാഹവേദി ഒരുക്കി നൽകിയും യുവതലമുറയെ കലയിലൂടെയും വിദ്യയിലൂടെയും കൈപിടിച്ചുയർത്തിയും ഈ ക്ഷേത്ര ട്രസ്റ്റ് മാനവികതയുടെ ഉദാത്ത മാതൃകയാവുകയാണ്. കാർണിവലും ജലപ്രകാശ വിന്യാസങ്ങളും കലാപരിപാടികളും ഉത്സവത്തിന് വർണ്ണപ്പൊലിമയേകുമ്പോൾ നാടാകെ ഈ തിരുമുറ്റത്തേക്ക് ഒഴുകിയെത്തുകയാണ്. ദുഃഖിതർക്ക് ആശ്വാസമായും നാടിന്റെ ഐശ്വര്യമായും കുടികൊള്ളുന്ന പുളിമാത്തൂരപ്പന്റെ അനുഗ്രഹം ഏവരിലും വർഷിക്കട്ടെ. ധർമ്മത്തിന്റെ ജ്വാലയായും സ്നേഹത്തിന്റെ സാന്ത്വനമായും ഈ ക്ഷേത്ര സന്നിധി എന്നും നാടിന് കാവൽ വിളക്കായി തെളിഞ്ഞു നിൽക്കട്ടെ. ഫ്രം ദ ഡെസ്ക്, ന്യൂസ് കേരള ഓൺലൈൻ.